ഹൈടെക് സംവിധാനം അടക്കമുള്ള ജയിലിൽ നിന്ന് ഗോവിന്ദചാമി പുറത്തു വന്നത് വ്യക്തമായ ആസൂത്രണത്തോടെ തന്നെയാണ്. 7 മീറ്റർ ഉയരമുള്ള ജയിൽ കോമ്പൗണ്ടിന്റെ മതിലും ഇലക്ട്രിക് ഫെൻസിംഗും ഉണ്ടായിട്ടും ഇവയെല്ലാം മറികടന്നാണ് ഗോവിന്ദചാമി പുറത്തെത്തിയത്. സെല്ലിലെ കമ്പി മുറിക്കാനുള്ള ആയുധം മുതൽ മാറിയിടാനുള്ള ഷർട്ടുകൾ വരെ ഗോവിന്ദചാമിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിലും ദുരൂഹത തുടരുകയാണ്. ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി തനിയെ എങ്ങനെ ജയിലിന് പുറത്തെത്തി എന്ന ചോദ്യത്തിനും ഉത്തരം കിട്ടേണ്ടതുണ്ട്. കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന 10ാം ബ്ലോക്കിൽ നിന്നും ഗോവിന്ദചാമി പുറത്തു കടക്കാൻ നടത്തിയത് മാസങ്ങൾ നീണ്ട ആസൂത്രണം. എന്നാൽ അതീവ സുരക്ഷയുള്ള ഹൈടെക് സംവിധാനമുള്ള ജയിലിൽ നിന്നും എങ്ങനെ ഒറ്റക്കയ്യനായ ഒരാൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് പുറത്തെത്താനാകും എന്നതാണ് ചോദ്യം. ഇതിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചുവെന്നാണ് പരിശോധിക്കേണ്ടത്. സഹതടവുകാർ മാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടാവണം. നിരവധി വീഴ്ചകളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ജയിൽ അധികൃതരാണ്. സെല്ലിലെ കമ്പികൾ മുറിക്കാനുള്ള ആയുധങ്ങൾ ഗോവിന്ദചാമിക്ക് എവിടെ നിന്ന് ലഭിച്ചു? ജയിൽ CCTV നിരീക്ഷിക്കേണ്ടവരും പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും എവിടെയായിരുന്നു? 3 മതിലുകൾ ചാടിക്കടന്നു വേണം ഗോവിന്ദചാമിക്ക് പുറത്തെത്താൻ. ഈ സമയമൊക്കെ ജയിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എന്ത് ചെയ്യുകയായിരുന്നു? 10ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്നും പുലർച്ചെ 1:15 ഗോവിന്ദചാമി പുറത്തിറങ്ങി. ഇവിടെ വെളിച്ചമില്ലായിരുന്നു. CCTV ഉള്ളത് വരാന്തയിൽ മാത്രം. 3 മതിലുകൾ ചാടിക്കടക്കാൻ എടുത്ത 4 മണിക്കൂർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? ജയിലിൽ വെള്ള വസ്ത്രങ്ങളാണ് തടവു പുള്ളികൾക്ക് നൽകുക. എന്നാൽ ജയിൽ ചാടിയ ഗോവിന്ദചാമി കറുത്ത ഷർട്ടും പിന്നീട് വെള്ള വസ്ത്രവും മാറിയതെങ്ങനെ? ഇയാൾക്ക് വസ്ത്രം എവിടെ നിന്ന് കിട്ടി? ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നുവെന്നും 1:10 വാർഡൻ ടോർച്ചടിച്ച് പരിശോധിച്ചപ്പോൾ ഗോവിന്ദചാമി ചുവരിനോട് ചേർന്ന് പുതച്ചുമൂടി കിടന്നുറങ്ങുകയായിരുന്നുവെന്നുമാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. ജയിൽ ചാടിയപ്പോൾ പരിക്കേൽക്കുന്നത് ഒഴിവാക്കാൻ തലയിണ താഴെയിട്ടുവെന്നും ഇത് മണം പിടിച്ചാണ് പോലീസ് നായ ഇയാളിലേക്ക് എത്തിയതെന്നും അധികൃതർ. ജയിലിന്റെ കോമ്പൗണ്ടിന്റെ ആ ഭാഗത്ത് നിന്ന് ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയിട്ടാണ് ചാടിയിരിക്കുന്നത്. ബാക്കി അതിനുശേഷം പുറത്തോട്ട് എവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും വ്യാപകമായ അതെ, ജയിലിന്റെ അടിസ്ഥാനത്തിലുള്ള CCTV പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം പ്രത്യേകിച്ചിട്ട് കറുത്ത ഷർട്ട്, കറുത്ത പാന്റ് തുടങ്ങിയതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ DGPയുടെ സന്ദർശനം നടക്കാനിരിക്കെയാണ് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നതും ഗൗരവം കൂട്ടുന്നു. ജയിൽ ചാടാനായി ഗോവിന്ദചാമി മാസങ്ങൾക്ക് മുൻപേ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഇയാൾ ചോറ് കഴിച്ചിരുന്നില്ല. മാസങ്ങളായി കഴിച്ചത് ചപ്പാത്തി മാത്രം. ഇതിനായി ഡോക്ടറിൽ നിന്നും പ്രത്യേക അനുമതിയും വാങ്ങി. ശരീരഭാരം പകുതിയായി കുറച്ചു. കമ്പിക്കുള്ളിലൂടെ കടക്കണമെങ്കിൽ തടിച്ച ശരീരമുള്ളയാൾക്ക് സാധിക്കില്ല. ഇതായിരുന്നു ലക്ഷ്യം. ന്യൂസ് 18 കണ്ണൂർ. ഗോവിന്ദചാമിയുടെ ജയിലിൽ ചാട്ടം സർക്കാരിനെതിരായ വലിയ ആയുധമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം. മാസങ്ങൾ നീണ്ട ആസൂത്രണം നടത്തി കൊടും കുറ്റവാളി ജയിൽ ചാടിയത് ഉദ്യോഗസ്ഥരുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ഗുരുതര വീഴ്ചയെന്നാണ് ആരോപണം. ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതുകൊണ്ട് മാത്രം സർക്കാരിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. കണ്ണൂർ സെൻട്രൽ ജയിൽ പ്രതികളാണ് ഭരിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. CPM പ്രവർത്തകരായ തടവുകാർക്ക് നിയമവിരുദ്ധമായി പല സഹായങ്ങളും ലഭ്യമാകുന്നുവെന്ന് നേരത്തെ ആക്ഷേപമുള്ള ഇടമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അതിന് തെളിവുകളും പുറത്തു വന്നതാണ്. അവിടെയാണ് വീണ്ടും ഒരു ഗുരുതര വീഴ്ച. എല്ലാ സുരക്ഷാ കവചങ്ങളും ഭേദിച്ച് കുപ്രസിദ്ധനായ ക്രിമിനൽ ഗോവിന്ദചാമി പുറത്തെത്തി. ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയത് ആശ്വാസമെങ്കിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ ഉണ്ടായ സംഭവം ജയിൽ വകുപ്പിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടാണ്. തടവുകാർക്ക് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന ആക്ഷേപത്തിന് കൂടുതൽ ബലം പകരുന്നതാണ് ഈ സംഭവം. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ചുമതലയുള്ള ഇതോടെ സിസ്റ്റം തകരാറിന്റെ പരിധിയിൽ വന്നിരിക്കുന്നു. ഞങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരയിടുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഇതല്ല സിസ്റ്റം, അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സിസ്റ്റം. ഏതായാലും അതാണ് സംഭവിച്ചത്. ജയിൽ വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ CPMന്റെ താവളങ്ങളായിട്ട് മാറുന്നു. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവ് ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി.
ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ്, അഖിൽ എന്നിവരെയും നൈറ്റ് ഓഫീസർ റിജോയെയും സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ റേഞ്ച് IG സംഭവം അന്വേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, News 18.